ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് ട്രാവൽ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് മാൾഷേജ് ഘട്ട് എന്നൊരു സ്ഥലത്തേക്കാണ്. അപ്പോൾ ഞങ്ങൾ യാത്ര തുടരുന്നത് മുംബൈയിൽ നിന്നാണ്. അപ്പോൾ മുംബൈയിൽ നിന്നിട്ട് ഒരു 3-3.5 മണിക്കൂറോളം മാൾഷേജ് ഘട്ടിലേക്കുള്ള യാത്രയുണ്ട്. അപ്പം അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. രാവിലെ 5 മണിക്കാണ് യാത്ര തുടരുന്നത്. അപ്പോൾ രാവിലെ തന്നെ തുടരാൻ കാരണം രാവിലെ ബ്ലോക്കും നല്ല ട്രാഫിക്കും കാര്യങ്ങളാണ് ഉണ്ടാവുക. അതുകൊണ്ട് ട്രാഫിക്കിലൊന്നും പെടാതെ തന്നെ നമുക്ക് വേഗം എത്താൻ പറ്റും. ഒരു 8:45 എത്താം. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് എടുക്കുന്ന ബ്രേക്കും കാര്യങ്ങളൊക്കെ നോക്കിയാൽ 9-9:45 ആകുമ്പോഴേക്കും നമുക്ക് മാൾഷേജ് ഘട്ടിൽ എത്താവുന്നതാണ്. നേരത്തെ തന്നെ പോയാൽ തന്നെ നമുക്ക് വേണ്ട രീതിയിലുള്ള വീഡിയോസും അതുപോലെ തന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ എടുക്കാവുന്നതാണ്. അപ്പോൾ ടൈം വൈകുന്തോറും വാട്ടർഫാൾസും കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവിടെ ആൾക്കാർ കൂടുന്നതാണ്. മാൾഷേജ് ഘട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും പറ്റിയൊരു ടൈമാണ് ഈ ഒരു ടൈം. ഈ ടൈമിൽ പോയാൽ ഒരുപാട് വാട്ടർഫാൾസും കാര്യങ്ങളും ഭയങ്കര എൻജോയ്മെൻറ്റ് തന്നെ നമുക്ക് ഉണ്ടാകുന്നതാണ്. 1 ഡേ ട്രിപ്പായിട്ട് തന്നെ പോയി വരാവുന്നത് ഒന്നാണ്. മുംബൈയിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 1 ഡേ ട്രിപ്പായിട്ട് തന്നെ മാൾഷേജ് ഘട്ടിൽ പോയി വരാവുന്നതാണ്. ശനി ഞായർ ദിവസങ്ങളിൽ അങ്ങോട്ട് പോവാതിരിക്കുന്നതാണ് നല്ലത്. കാരണം വെച്ചാൽ ഒരുപാട് ആളുകൾ വരുന്നതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യുക, നമുക്ക് അവിടെ പോകുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. ആളുകളൊക്കെ വളരെ കുറവായിരിക്കും. രാവിലെ ആയതുകൊണ്ട്, അതായത് 6 മണി 5:30-6 മണി ഈ ടൈം ആയതുകൊണ്ടാണ് ഇവിടെ ഭയങ്കര ട്രാഫിക്കും കാര്യങ്ങളും ഇല്ലാത്തത്. അതായത് ഈവനിങ് ഒക്കെ ആകുമ്പോൾ ഈ ഒരു വഴിയിൽ ഭയങ്കര ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നവർ ഏറ്റവും നല്ല രാവിലെ പോയിട്ട് തിരിച്ചു പോരുന്നതാണ്. തിരിച്ചു വരുമ്പോൾ എന്തായാലും നമ്മൾ ട്രാഫിക്കിൽ പെടും. അതുകൊണ്ട് രാവിലെ ട്രാഫിക് ഇല്ലാതെ പോകണമെങ്കിൽ നമ്മളൊരു 5:30-6 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്ട് പോകുന്നതാണ്. ആ നേരമാകുമ്പോൾ ഭയങ്കര ട്രാഫിക്കൊക്കെ ഭയങ്കര കുറവായിരിക്കും.
ഒരു കാട്ടിലൂടെ 1.5 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ മാളിശ്ശേരിക്കട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇവിടെ കുരങ്ങന്മാർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല, അപൂർവം മാത്രമേ കണ്ടിട്ടുള്ളൂ. മാളിശ്ശേരിക്കട്ടിൽ നമുക്ക് ഒരുപാട് വ്യൂ പോയിൻറ്റ്സ് കാണാൻ പറ്റുന്നതാണ്. ഭക്ഷണം കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടെ ഇതുപോലെ ചെറിയ തട്ടുകടകളൊക്കെ ഉണ്ടാകും. അവിടെ ന്യൂഡിൽസ്, കോണ് ചുട്ട് തരിക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. പിന്നെ ചായ, ചെറിയ റേറ്റൊക്കെ ഉള്ളൂ കേട്ടോ, വലിയ റേറ്റൊന്നുമില്ല. ആ താഴെ കാണുന്നതൊക്കെ ഭയങ്കര മനോഹരമായ വില്ലേജുകളാണ് കേട്ടോ. അപ്പോൾ ക്യാമറയിൽ കാണുമ്പോൾ അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല, പക്ഷെ നേരിട്ട് കാണാൻ ഭയങ്കര ഒരു ഭംഗി തോന്നുന്നുണ്ട് കേട്ടോ ആ വില്ലേജുകളൊക്കെ. അപ്പോൾ ഈ ക്യാമറയിലും കാര്യങ്ങളും കാണുന്നതിനേക്കാളും ഭംഗി നമ്മൾ അവിടെ പോയി ഒരു വില്ലേജും ഒരു വാട്ടർഫാൾസും കാര്യങ്ങളൊക്കെ കണ്ട് ആസ്വദിക്കുമ്പോഴാണ്, നേരിട്ട് കാണുമ്പോഴാണ് ഒരു പ്രത്യേക ഒരു ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇത് ഒരു ചെറിയ രീതിയിലുള്ളൊരു വാട്ടർഫാൾസാണ്. അപ്പോൾ ഈ നേരം ആയതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ തിരക്കൊന്നുമില്ല, കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈവനിങ് ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് ബ്ലോക്കായിരുന്നു കേട്ടോ, അത്രയും ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പോകുന്നവരെന്താ ചെയ്യുക, എത്രയും പെട്ടെന്ന് രാവിലെ പോകുമ്പോൾ തന്നെ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്ത് പോവുക. നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറ്റിയല്ല, ഇതുപോലെ ഇവിടെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്കൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അവർ ഇവിടെ വന്നിട്ട് നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് നന്നാക്കി തരുന്നതാണ്. ഇങ്ങനെ ഇതുപോലെ നമ്പർ ഒരുപാട് സ്ഥലങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നടന്നു വരുന്ന കാക്കയില്ലേ, ആ കാക്ക ഇവിടെ നിന്നാണ് വെള്ളം എടുക്കുന്നത്. എന്തിനുള്ള വെള്ളമാണ് എടുക്കണമെന്ന് അറിയില്ല, പക്ഷെ അവിടെ നിന്ന് വെള്ളം എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഈ പോകുന്ന വഴിക്ക് നമുക്ക് ചെറിയ രീതിയിലുള്ള വാട്ടർഫാൾസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ്. വേണമെങ്കിൽ അവിടെ വണ്ടി നിർത്തിയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. പക്ഷെ ഭയങ്കര ഭംഗിയാണ് നേരിട്ട് കാണുമ്പോൾ, വീഡിയോയിൽ കാണുന്നത് പോലെയല്ല നേരിട്ട് കാണുമ്പോൾ.
പിന്നെ ഭയങ്കര കോടയായിരിക്കും. അപ്പോൾ വണ്ടിയൊക്കെ നിർത്തുമ്പോൾ ശ്രദ്ധിച്ച് വണ്ടി നിർത്തുക. മറ്റ് വണ്ടികൾ വരുമ്പോൾ കാണാൻ പറ്റുന്ന രീതിയിൽ വേണം വണ്ടി നിർത്താൻ. കാരണം നമ്മളവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ. പക്ഷെ കോടായതുകൊണ്ട് മറ്റുള്ള വണ്ടികൾ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ വണ്ടിയൊക്കെ നിർത്തുമ്പോൾ ശ്രദ്ധിച്ച് വണ്ടി നിർത്തുക. നോ പാർക്കിംഗ് എന്ന് എഴുതിയിട്ട് തീരെ വണ്ടി നിർത്താൻ പാടില്ല. പിന്നെ വളവുകളിൽ തീരെ നിർത്താൻ പാടില്ല. അതായത് ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളൊന്നും നമ്മളെ കാണൂല. ക്യാമറയിൽ കാണുന്നത് പോലെയല്ല, നമ്മൾ മുന്നിലുള്ള കോട കൊണ്ട് നമുക്ക് മുന്നിലുള്ള കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. അമ്മാതി കോടയായിരുന്നു കേട്ടോ. മഴ പെയ്യുമ്പോൾ കോടയെല്ലാം പോകും, പക്ഷേ അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ കോടകൾ മൂടുന്നുണ്ട്. ഈ താഴെ കാണുന്നതൊക്കെ വില്ലേജുകളാണ് കേട്ടോ. അപ്പോൾ മേലെ നിന്ന് നോക്കിയിട്ട് നല്ല ഭംഗിയുണ്ട് വില്ലേജുകൾ കാണാൻ. ഈ ഒരു ഏരിയ അറിയപ്പെടുന്നത് കാറുവാശ് വാട്ടർഫാൾസ് എന്നാണ്. അതായത് ഒട്ടുമിക്ക ആൾക്കാരും ഇവിടെ വന്നിട്ട് കാറ് നല്ലവണ്ണം, അതായത് മുകളിൽ നിന്നാണല്ലോ വെള്ളം ഭയങ്കരമായിട്ട് റോഡിലേക്ക് ചാടുന്ന വെള്ളമാണ്. അപ്പോൾ ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് കഴുകി പോകാവുന്നതാണ്. പക്ഷേ ഈ ഒരു കാടിൻ്റെ ഉള്ളിൽ മാത്രമേ മഴയുള്ളൂ കേട്ടോ. പക്ഷേ അത് നമ്മൾ സിറ്റിയിലേക്ക് കയറുമ്പോൾ ഭയങ്കര പൊടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നേരത്തെ പറഞ്ഞതിന് രാവിലെ ആയതുകൊണ്ടാണ് ഇവിടെ തീരെ ആൾക്കാരും കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. അത് ഈവനിങ് തിരിച്ചു പോരുമ്പോൾ ഇവിടെ ഒരുപാട് കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ ഇങ്ങനെ ചാടി കളിക്കണമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അവർ നമ്മളെ വണ്ടിയൊക്കെ ബ്ലോക്ക് ചെയ്ത് നമ്മളെയും കൂടി അതിൽ എൻജോയ് ചെയ്യിപ്പിക്കും. ഈവനിങ് ഇവിടെ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പോൾ രാവിലെ തന്നെ ഇവിടെ എത്തിപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ ഭയങ്കര എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞങ്ങൾ പോയ ടൈമിൽ ഞങ്ങൾ മാത്രമേ ആ വെള്ളത്തിൻ്റെ അടുത്തുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇങ്ങനെ ആൾക്കാർ വന്ന് തുടങ്ങിയെങ്കിലും ഒരു അരമണിക്കൂറോളം ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ആയിരുന്നു അവിടെ. ഭയങ്കര ഒരു എൻജോയ്മെൻറ്റ് തന്നെ അവിടെ ഫീൽ ചെയ്തു. അവിടെ അതിൻ്റെ മലൻ്റെ മുകളിൽ നിന്നാണ് അവർക്ക് വെള്ളം ചാടുന്നത്. ഇതുപോലെ ഓരോ വണ്ടികളും ഇതിൽ നിന്ന് ഇങ്ങനെ കാറ് കുറച്ച് നേരം നിർത്തിയൊക്കെ ഇട്ട് വണ്ടിയൊക്കെ ഒന്ന് കേകിയിട്ടൊക്കെ ഓരോരുത്തരും ഇതിന് പോവുകയുള്ളൂ. ആ വണ്ടിയിൽ വരുന്നവരോട് ഞങ്ങൾ പറഞ്ഞു അതിൻ്റെ ചോട്ടിലൊന്നും നിൽക്കൂ, ഞങ്ങൾ വീഡിയോ എടുക്കട്ടെ എന്ന്. അപ്പോൾ അവരങ്ങനെ ചെയ്തതാണ് കേട്ടോ. പക്ഷേ ബാക്കിലുള്ള ആൾ കോട്ടൊന്നും ഇട്ടില്ലായിരുന്നു. അവൾ ആകെ നനഞ്ഞു പോയി. ഇതിലുണ്ട് ഓരോ വണ്ടികളും ആ വെള്ളത്തിനടിയിലൂടെ ഇങ്ങനെ പോകാന്നിട്ട് ചെയ്യുക. അപ്പോൾ വണ്ടി ഒന്ന് ക്ലീൻ ആക്കലുമായി ഒന്ന് വൃത്തിയായും ചെയ്തു കേട്ടോ. അപ്പോൾ മുകളിൽ നിന്ന് വരുന്ന വെള്ളം റോഡിലൂടെ താഴോട്ട് പോകുന്നൊരു സീനായിട്ട് നിങ്ങൾ ഈ കാണുന്നത്. താഴെയൊക്കെ മൊത്തത്തിൽ കോട മൂടി കിടക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ കുറച്ച് നേരമൊക്കെ വണ്ടിയൊക്കെ നിർത്തിയിടാവുന്നതാണ്. പക്ഷേ കോട ഉണ്ടാവില്ല. കോടയുള്ള ടൈമിൽ നമ്മുടെ ബാക്കിൽ വരുന്ന വണ്ടികളോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളൊന്നും നമ്മൾ കാണില്ല. ഇതുപോലെ കോട ഇല്ലാത്ത ടൈമിൽ നമുക്ക് ഇതുപോലെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് കുറച്ച് നേരം അതിൻ്റെ ഷോട്ടിൽ നിൽക്കുന്നതാണ്.
നമ്മളീ പോകുന്ന വഴിക്കൽ നമുക്ക് ഒരുപാട് വാട്ടർഫാൾസ് കാണാവുന്നതാണ് കേട്ടോ. ചെറിയ വാട്ടർഫാൾസും വലിയ രീതിയിൽ വാട്ടർഫാൾസൊക്കെ കാണാവുന്നതാണ്. ഭയങ്കര പാറക്കെട്ടുകളാണ് കേട്ടോ. അപ്പോൾ പാറക്കെട്ടുകളുടെ ഉള്ളിലൂടെയാണ് ഈ വെള്ളം ഇങ്ങനെ അടിയിലേക്ക് എത്തുന്നത്. ഇവിടെ നിന്നൊക്കെ താഴേക്ക് നോക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ കാണുന്നത്. പിന്നെ ഇവിടെ ഓരോ സ്ഥലത്തും ഓരോരോ വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ നിന്ന് നോക്കുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയാണ്. കോടയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു ഗുഹൻ്റെ ഉള്ളിൽ കൂടെ പോയി റിട്ടേൺ വരുമ്പോൾ നമുക്ക് നല്ലൊരു വ്യൂ തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ കോടയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഒരു വ്യൂ കിട്ടാൻ. ഇവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. അവിടേക്കാണ് ഞങ്ങൾ പോകുന്നത്. പ്രകൃതിയും കാര്യങ്ങളും മാത്രം ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു യാത്രയാണ് കേട്ടോ അത്. എല്ലാത്തവർക്കും യാത്ര ഒന്നും ഇഷ്ടാവില്ല. ഇവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ അവിടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഓരോ തട്ടുകടയുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിലൊക്കെ ആയിട്ടാണ് ഇങ്ങനെ ഒരു വ്യൂ പോയിൻ്റ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറിയ രീതിയിലുള്ള സ്റ്റെപ്പാണ് നീണ്ടിട്ട് വലിയ രീതിയിലുള്ള സ്റ്റെപ്പുകളായിട്ടാണുള്ളത്. അപ്പോൾ ഇങ്ങനെ ആ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വരണം. നല്ല രീതിയിലുള്ള കോടയുണ്ട് കേട്ടോ. പക്ഷേ ക്യാമറമേൽ മഴത്തുള്ളികളായത് ഞാൻ പെട്ടെന്ന് അറിഞ്ഞിട്ടില്ലായിരുന്നു. അതാണ് കേട്ടോ ഇങ്ങനെ മഴത്തുള്ളികളാണ് ആ ക്യാമറമേൽ കാണുന്നത്, ലെൻസിൽ കാണുന്നത്. അപ്പോൾ ഈ വ്യൂ പോയിൻറ്റിൻ്റെ അടുത്തും ഒരു ചെറിയ രീതിയിൽ തട്ടുംകടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഹെവി ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ട് അവിടെ. നൂഡിൽസ്, കോണ് ഇങ്ങനത്തെ കാര്യങ്ങളാണ് കേട്ടോ അവിടെ ഉള്ളത്. ഈ ഒരു കല്ല് കണ്ട് നല്ലൊരു ഭംഗിയില്ല. ഈ ഒരു കല്ല് ഇതുപോലെ ഒരു കുത്തി വെച്ചതാണ് കേട്ടോ അവിടെ. ഭയങ്കര കോടയായിട്ടാണ് നമുക്ക് അവിടെയുള്ള ചെറിയ രീതിയിൽ വാട്ടർഫാൾസും കാര്യങ്ങളൊന്നും കാണാൻ പറ്റിയത്. അപ്പോൾ ഇങ്ങനെ കോട ഇങ്ങനെ നീങ്ങിപ്പോയാൽ നമുക്ക് നല്ല നല്ല ഭംഗിയായിരിക്കും. ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ ഇങ്ങനെ ചാടുന്നത് ഇങ്ങനെ കാണാൻ നമുക്ക്. ഈ കാണുന്നത് മൊത്തം കോടയാണ് കേട്ടോ. കോട ഇങ്ങനെ നീങ്ങി പോവുകയാണ്. ഇപ്പോൾ ഒരു നല്ലൊരു മഴയൊക്കെ പെയ്യുമ്പോൾ കോട പെട്ടെന്ന് നീങ്ങി പോകുന്നതാണ്. പക്ഷെ അതേപോലെ പെട്ടെന്ന് തന്നെ കോട മൂടും ചെയ്യും കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ തിരിച്ച് പോവുകയാണ്. ഈ വ്യൂ പോയിന്റിൽ നിന്ന് തിരിച്ച് വേറൊരു വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 2-3 സ്ഥലത്ത് വ്യൂ പോയിന്റ് ഉണ്ട്. ഈ ഒരു സെയിം ഏരിയയിൽ തന്നെ ഒന്ന് ഇതാണ്, ഒന്ന് തൊട്ടങ്ങ് ചെറിയ തട്ടുകട ഉണ്ട്, അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. നമ്മൾ രണ്ട് സ്ഥലത്ത് നിന്ന് കാണുന്ന കാഴ്ചകളൊക്കെ ഒന്ന് തന്നെയാണ്, പക്ഷെ നല്ലൊരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ. ഇനി ഞങ്ങൾ പോകുന്നത് കാലു വാട്ടർഫാൾസ് ആണ് കേട്ടോ. അപ്പോൾ ഏറ്റവും വലിയൊരു വാട്ടർഫാൾസാണ് കാലു വാട്ടർഫാൾസ്. വലിയൊരു വാട്ടർഫാൾസാണെന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോകുമ്പോൾ അവിടെ കാലു വാട്ടർഫാൾസ് എന്ന് പറയാണ്ട് ഒരു ഗൈഡ് ഇങ്ങനെ വിളിച്ച് പറയുന്നത് കേട്ടു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഗൈഡിൻ്റെ കൂടെ പോവുകയാണെങ്കിൽ ഗൈഡ് ആക്കി തരാമെന്ന് പറഞ്ഞു. അല്ലാതെ നമുക്ക് പോകാൻ പറ്റില്ല, അവിടെ ബന്ധാണ്, അതായത് അവിടെ അടിച്ചിട്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അവിടെ ഒരാഴ്ച മുമ്പ് 2 പേര് മരണപ്പെട്ടു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരാഴ്ചയായിട്ട് അവിടെ ക്ലോസ് ആണെന്ന് കേട്ടോ പറഞ്ഞത്. ഗൈഡിൻ്റെ കൂടെ പോവുകയാണെങ്കിൽ ഗൈഡ് അവിടെ കൊണ്ടുപോയി കാണിച്ച് തരാമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ഗൈഡിനെ എടുത്തിട്ടില്ല. ഞങ്ങൾ എന്ത് ചെയ്ത് വേറെ വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഇപ്പോൾ കാലു വാട്ടർഫാൾസ് ഓപ്പൺ ആണോ അല്ലയെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ ഈ വീഡിയോ നിങ്ങളിലേക്ക് വരുന്നത് ഒരാഴ്ചയും കൂടി കഴിഞ്ഞിട്ടാണ് കേട്ടോ. എഡിറ്റിങ്ങും കാര്യങ്ങളും വൈകിയത് കൊണ്ടാണ്. ഒരാഴ്ച മുമ്പാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ ഒരാഴ്ച മുമ്പാണ് അവിടെ 2 പേര് മരണപ്പെട്ടു എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അവിടെ അടിച്ചിട്ടിരിക്കുക എന്ന് പറഞ്ഞത്.
ഇത് വേറൊരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ, നല്ലൊരു അടിപൊളി വ്യൂ പോയിൻ്റ് ആണ്. കോടയും കാര്യങ്ങളൊക്കെ നല്ലവണ്ണം ഉണ്ട്. ഇതിൻ്റെ ഇവിടെ തൊട്ടടുത്ത് തന്നെ റിസോർട്ടും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ താമസിച്ച് പിറ്റേന്നൊക്കെ പോയാൽ മതി. ഇവിടെ ഈ വ്യൂ പോയിൻ്റ് തൊട്ടടുത്ത് തന്നെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരുപാട് ആളുകൾ നെൽകൃഷിയാണ് ഈ ചെയ്യുന്നത്, ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് നേരം നെല്ലും കൃഷിയൊക്കെ ഒന്ന് കാണാമെന്ന്. അപ്പോൾ ഇവിടെ ഞങ്ങൾ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് കുറച്ച് നേരം അവരുടെ അടുത്ത് പോയിട്ട് നെൽകൃഷിയും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ, അതായത് കുത്തനെ അങ്ങനെ ഒരു ഇറക്കാണുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങി ചേരുമ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ട് ചിലപ്പോൾ വളക്കി വീകാനൊക്കെ സാധ്യത ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമ്മൾ അപ്പോൾ അവിടെയുള്ള ഒരു കാക്ക ഇങ്ങനെ പറഞ്ഞു ഈ ഒരു വൈക്ക് ഇങ്ങനെ കല്ലൊക്കെ വെച്ചൊരു ഏരിയ ഉണ്ട്, അതിലായിട്ട് ഇങ്ങനെ ഇറങ്ങി വരാൻ പറഞ്ഞിങ്ങനെ അതിലായിട്ട് ഇറങ്ങിപ്പോയി. ഇതിങ്ങനെ കാള് കൂട്ടുകയാണ് കേട്ടോ, ഇങ്ങനെ നെല്ലിങ്ങനെ നാറ് നടാനായിരിക്കും കാള് കൂട്ടുക ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് ഇങ്ങനെ കാള് കൂട്ടുന്നുണ്ട്, ഒരു ഭാഗത്ത് നെല്ല് നാറ് നടുന്നുണ്ട്, ഒരു ഭാഗത്ത് കെട്ടുന്നുണ്ട്, ഒരു ഭാഗത്ത് ട്രാക്ടർ ഉണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഈ പൈപ്പിട്ട് കണ്ടില്ലേ, അതായത് ഈ വെള്ളം അവർ ഈ പാടത്തേക്ക് വിടുകയാണ് കേട്ടോ, വെള്ളം അതാണ് ഈ പൈപ്പിട്ടത്. ഇവിടുന്ന് ഞങ്ങളൊരു കാക്കനോട് ചോദിച്ചപ്പോൾ കാക്ക പറഞ്ഞു ഇവിടെ ഒരു വലിയൊരു ഡാമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആ ഡാം കാണാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഈ റോഡിലൂടെ പോകുമ്പോൾ ശ്രദ്ധിക്കണം, ഈ റോഡ് 1.5 മണിക്കൂർ യാത്ര ഉണ്ട്. ഈ റോഡിലൂടെ ഫുള്ള് ഈ റോഡ് ഇതുപോലെയാണ് കേട്ടോ, ഒരു നല്ലൊരു റോഡല്ല, ഭയങ്കര കുത്തി കുലുങ്ങിയാണ് പോകുന്നത്. നല്ലൊരു റോഡ് ഈ റോഡിൽ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കരുത് കേട്ടോ. ഭയങ്കരമായിട്ട് കുത്തി കുലുങ്ങിയാണ് പോവുക, ഭയങ്കര കുയ്യും കാര്യങ്ങളൊക്കെ ചാടിച്ചാണ് കേട്ടോ പോകുന്നത്. ഇത് ഇവിടെ കാണുന്നത് വലിയൊരു ഡാമാണ് കേട്ടോ. ഈ ഡാമിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. അപ്പോൾ വലിയൊരു ഡാമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിലായിട്ട് ഞങ്ങൾ ഒരു 1.5 മണിക്കൂർ യാത്ര ചെയ്തപ്പോൾ അങ്ങനെ പറഞ്ഞു ഇവിടെ കാലു വാട്ടർഫാൾസിന് ഇതിലായിട്ട് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇവിടേക്ക് കിടക്കുമ്പോൾ തന്നെ നമ്മളോട് 20 രൂപ എങ്ങാനും വാങ്ങിച്ചിരുന്നു. ഒരു ഇതുണ്ട് കേട്ടോ, എൻട്രി ഫീ ഒക്കെ ഉണ്ട്. കാലു വാട്ടർഫാൾസ് കാണാമെന്ന് പറഞ്ഞിട്ട് 20 രൂപ വാങ്ങിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരത്തെ കണ്ട ഗൈഡിനെ തന്നെ കണ്ടു. അപ്പോൾ ഞങ്ങൾ അവരെ കൂടെ പോകാമെന്ന് വിചാരിച്ചു, ഗൈഡിനെ എടുത്തിട്ടില്ലെങ്കിൽ പോകാമെന്ന് വിചാരിച്ചു. ഒരു പാടത്ത് കൂടെ ഒരു 15 മിനിറ്റോളം യാത്രയുണ്ട്. പക്ഷേ ഞങ്ങൾ അവിടെ പോയില്ല കേട്ടോ, ഞങ്ങൾ തിരിച്ച് പോന്നു. ഭയങ്കര കാലൊക്കെ ഭയങ്കര പാടത്തോടെ പൂണ്ട് പോവുക. അപ്പോൾ യാത്ര ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നിയപ്പോൾ തിരിച്ച് ഞങ്ങൾ പോരുകയാണ് ചെയ്തത്. ഇവിടെ ഭയങ്കര ചെറിയ രീതിയിലുള്ള വില്ലേജുകളും കാര്യങ്ങളൊക്കെ കാണാം. ഇതാണ് കേട്ടോ വലിയ ഡാം. ആ ഡാമിൻ്റെ പേരെന്താണെന്നറിയില്ല. വലിയൊരു ഡാമാണ്, കാലു വാട്ടർഫാൾസിൻ്റെ ഡാമല്ല, വേറൊരു ഡാമാണ് കേട്ടോ. പക്ഷെ റോഡ് ഈ സെയിം റോഡ് തന്നെയാണ്, ഭയങ്കര കുണ്ടും കുയ്യൊക്കെയാണ്. തിരിച്ച് നമ്മൾ മെയിൻ റോഡിലെത്തണമെങ്കിലും ഈ റോഡിലൂടെ തന്നെ പോരണം കേട്ടോ. കാലു വാട്ടർഫാൾസിലേക്ക് വേറെ രീതിയിൽ വഴി ഉണ്ടെന്ന് ചോദിച്ചാൽ അറിയില്ല. ഞങ്ങൾ പോയപ്പോൾ ഒരു പാടത്ത് കൂടെയാണ് കൊണ്ടുപോയത്. ഞങ്ങളുടെ കൂടെ വേറെ കുറേ പേരുണ്ടായിരുന്നു, അവരൊക്കെ ക്യാഷ് കൊടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവരവർ ഞങ്ങളുടെ കൂടെ പോരുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതായിരുന്നു. പക്ഷേ ഭയങ്കര പാടും ഇങ്ങനെ കാലിങ്ങനെ പൂണ്ട് പോകുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി. ഇനി വേറെ വഴി ഉണ്ടെന്ന് അറിയില്ല. വേറെ സ്ഥലത്ത് ഭയങ്കരമായിട്ട് പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടു, കാലു വാട്ടർഫാൾസ് എന്ന് പറഞ്ഞാൽ. പക്ഷേ അവിടെയും ഗൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ക്ലോസ് ആണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഗൈഡ് ഏത് വഴിക്കാണ് നമ്മൾ അവിടേക്ക് കൊണ്ടുപോകുന്നത് എന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങൾ ആ റോഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ റിട്ടേൺ പോരുകയാണ്. അപ്പോൾ നമ്മൾ വന്ന വഴിക്കന് തിരിച്ചു പോരണം കേട്ടോ. നമ്മൾ സിറ്റിക്ക് തന്നെ വന്ന വഴിക്കന്നെ തിരിച്ചു പോകണം. ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പെട്രോളും കാര്യങ്ങളൊക്കെ അടിക്കാനുള്ളവർ ഒന്നുകിൽ മാൽശേഷിഘട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് അടിക്കുക. ഇവിടെ എത്തിയാൽ ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യുക, 1-2 മണിക്കൂർ നമ്മൾ യാത്ര ചെയ്ത് വീണ്ടും 1 മണിക്കൂർ യാത്ര ചെയ്തിട്ടൊക്കെ നമ്മൾ പെട്രോൾ പമ്പിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ താഴത്തുനിന്ന് അടിക്കുക കേട്ടോ.
ഇത് കാണുന്ന വേറൊരു ഡാമാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് ഡാമുകൾ ഇവിടെ ഉണ്ട്. ഇത് കാണുന്ന വേറൊരു ഡാമാണ്. അപ്പോൾ അതെ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചിറങ്ങുകയാണ്. തിരിച്ചു വരുമ്പോൾ തന്നെ കണ്ടില്ല, ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ. അപ്പോൾ ഇതിന് ആൾക്കാരൊക്കെ കൂടി ഭയങ്കര ബ്ലോക്കാണ്, ആളുകളൊക്കെ ഒരുപാട് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ എടുത്ത അതിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഒന്നും എടുക്കാൻ കഴിയില്ല. ഈ വ്യൂ പോയിൻറ്റ്, അതായത് ഇതിലായിട്ട് ഈ ഗുഹൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോകുന്നിട്ട് കാണുന്നത്, കോടൊന്നും ഇല്ലെങ്കിൽ നല്ലൊരു വ്യൂ പോയിൻറ്റ് നമുക്ക് കിട്ടും കേട്ടോ. നല്ലൊരു വ്യൂ പോയിൻറ്റ് നമുക്ക് ലഭിക്കുന്നതാണ്. വെള്ളമൊക്കെ ചാടുന്ന നല്ലൊരു വ്യൂ പോയിൻറ്റ്, അതായത് കാർവാഷ് വാട്ടർഫാൾസ് ഇല്ലേ, അവിടേക്ക് പോകാൻ കേട്ടത്. തിരിച്ച് ഞങ്ങൾ പോരുകയാണ്. നല്ലൊരു വ്യൂ ഇവിടുന്ന് കിട്ടും, പക്ഷെ ഭയങ്കര കോടായിട്ടാണ് വ്യൂ കിട്ടാത്തത്. അപ്പോൾ ഇവിടെ കാണുന്ന കുട്ടികളൊക്കെ അല്ലേ, ഇവരൊക്കെ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ വണ്ടി ബ്ലോക്ക് ചെയ്താണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചാടി, നമ്മൾ വണ്ടീൻ്റെ മുന്നിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചാടി കളിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു തട്ടുകടയില്ലേ, അപ്പോൾ ഇവിടുന്ന് നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇതിൻ്റെ ബാക്കിലോട്ട് നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരോ തട്ടുകട കാണുമ്പോൾ അങ്ങനെ അവിടെ നിർത്തിയാണ്ട് അവിടെ ഒന്ന് നോക്കിയാൽ മതി. നല്ലൊരു വ്യൂ പോയിൻ്റ് നമുക്ക് ലഭിക്കുന്നതാണ്. കുറച്ചൊന്ന് സ്റ്റെപ്പ് ഇറങ്ങി പോയാൽ നല്ല വ്യൂ പോയിൻ്റ് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എത്ര ദൂരം പോകണം എന്ന് തന്നെ അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ കൂടുതൽ ദൂരമൊന്നും പോകാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മളിവിടെ മാളിശ്ശേരിഘട്ടിൽ തിരിച്ച് നമ്മൾ സിറ്റിയിലോട്ട് തന്നെ പോവുകയാണ്. നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സിറ്റിയിലേക്ക് എത്തുന്തോറും മഴയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കാടിൻ്റെ ഉള്ളിൽ തന്നെ മഴയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ അതാ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പിന്നീടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അതാ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.